ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നാഥനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നോക്കി പരിപാലിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ആരാധിക്കുന്ന, ഭഗവാന്റെ ഭക്തരായിട്ടുള്ള അനേക കോടി ജനങ്ങളുണ്ട് ഈ ലോകത്തിൽ. അപ്പം അതിൽ തന്നെ ഭഗവാന്റെ ഏറ്റവും മികച്ച ആരാധികയാണ്, അഥവാ ഭഗവാന്റെ ഏറ്റവും ആദ്യം ഉന്നതിയിൽ നിൽക്കുന്ന ഭക്തയാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പോൾ ആ രാധാറാണി എന്ന് പറയുന്നത് ഭഗവാന്റെ, കൃഷ്ണന്റെ നേർ പകുതിയാണെന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർത്തിയാവണമെങ്കിൽ നമ്മുടെ രാധാറാണിയെ കൂടി ആരാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഏറ്റവും ബെസ്റ്റ് വർഷിപ്പർ, അഥവാ കൃഷ്ണാവബോധത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് രാധാറാണി. ചെറുപ്പം മുതലേ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിച്ചു വരുന്ന ഒരാളായിരുന്നു ശ്രീമതി രാധാറാണി. ചെറുപ്പത്തിൽ ബർസാനയിലൊക്കെ വെച്ച് രാധാറാണിക്ക് അഷ്ടസഖിമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ അഷ്ടസഖിമാര് കളിക്കുന്ന സമയത്ത് പോലും ഈ രാധാറാണി ബർസാനയിലെ ഒരു ചെറിയ ഭാഗത്ത് ഒരു ചെറിയ സ്ഥലത്ത് മാറിയിരുന്ന് ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹമുണ്ട് രാധാറാണിയുടെ കയ്യിൽ. അപ്പോൾ ആ വിഗ്രഹത്തിനെ പൂജിക്കുമായിരുന്നു, ആരാധിക്കുമായിരുന്നു. പൂക്കളൊക്കെ വെച്ച് ആ ചെറിയ വിഗ്രഹത്തിനെ ഒരുക്കുമായിരുന്നു രാധാറാണി. അപ്പോൾ രാധാറാണിയെ നമ്മൾ പറയുന്നത് കൃഷ്ണമയി എന്നാണ്. അതായത് രാധാറാണിയുടെ മനസ്സും ശരീരവും ഓരോ ചിന്തകളും എല്ലാം ഭഗവാനിൽ നിറഞ്ഞു ഇരിക്കുന്നതായിരുന്നു. അപ്പം ആ സർവം കൃഷ്ണമായായിരുന്നു രാധാറാണിയിലുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും അൺകണ്ടീഷണലായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്ന ഒരാളാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അഥവാ ശ്രീകൃഷ്ണനെ ആരാധിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പോൾ ആ രാധാറാണിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.